Hi, hello once again, welcome back to our channel c&svlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ബോട്ടിൽ ആർട്ടുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ചെയ്തിട്ടുള്ളതിന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വർക്ക് മാത്രം കാണിച്ചു തരാം. അപ്പോൾ നമുക്കറിയാം മിക്കതും സിമ്പിളായിട്ടുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണ്. കാരണം നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ലോഗോ എന്ന് പറയുന്നത് ഈ ഒരു ടോം ആൻഡ് ജെറിയുടെ പിക്ചറായിരുന്നു. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ബോട്ടിൽ ആർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മുട്ടത്തോടൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഒട്ടിച്ചൊക്കെ വെച്ചു. അതുപോലെ അത് വരച്ചെടുക്കാനായിട്ടായാലും പെയിൻറ്റ് ചെയ്യാനായിട്ടായാലും അങ്ങനെ ഞാൻ കുറേ ടൈം എടുത്ത് ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ബോട്ടിൽ ആർട്ട് വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് മുൻപേ ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ആ വീഡിയോയിനൊക്കെ ഉണ്ട്. അപ്പോൾ കിട്ടുന്നതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുപ്പി. ഇത് ഞാൻ ഒരിക്കലും കളയില്ല കേട്ടോ, കാരണം നമ്മുടെ ചാനലിൻ്റെ ഒരു ഓർമ്മയാണ്. ഫസ്റ്റത്തെ ലോഗോ ആയാലും ഫസ്റ്റത്തെ ആ ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയാലും എല്ലാം കൊണ്ടും എനിക്കിഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ ആർട്ട് കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഓണത്തിനിടയ്ക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ബോട്ടിൽ ആർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ആ ഓണത്തിനിടയ്ക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല, കുറച്ചിങ്ങനെ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് റെസ്റ്റ് എടുക്കണം, ഇപ്പോൾ ഇനി എന്തായാലും വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ എന്തായാലും വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കാണ് കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതായിരുന്നു. നമുക്ക് അരമണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റുകളായിരുന്നു അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ആ ഒരു ഓണത്തിനടുക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഒരു കുഞ്ഞൻ കുപ്പിയിൽ ചെറിയൊരു ബോട്ടിലായിട്ടായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ബോട്ടിലിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ നേരത്തെ ആ ഒരു ഭംഗി ഇപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ ഇത് അത്ര സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമല്ല, അപ്പോൾ അത് ഞാൻ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ടാണ്, ഇതും നമ്മൾ ഓണത്തിനിടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ അത്ര ഹെവി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും എനിക്ക് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടതാണ്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫെയറി ഹൗസ് ബോട്ടിലായിട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറേ ദിവസം എടുത്താണ് ചെയ്തത്. അതുപോലെ തന്നെ കുറേ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അന്ന് തൊട്ട് എനിക്ക് വയ്യാതെയായി. പിന്നെ കുറച്ച് നാൾ ആ ഒരു വർക്ക് ചെയ്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെയും മാറ്റി വെച്ചു, പിന്നെയും എടുത്തു. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ ദിവസം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ളതും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് ഫെയറി ഹൗസ് ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. അതുപോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പറും മത്തങ്ങയുടെ സീഡും വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ ഇതും ഭയങ്കര സിമ്പിളാണ്. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അവിടെ നിന്നായിട്ട് ഇപ്പോൾ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരെണ്ണം എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് അവിടെ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മുകളിലായിട്ട് എടുത്ത് ഇങ്ങനെ ബർത്തിന് മുകളിൽ വെച്ചേക്കായിരുന്നു കേട്ടോ, നിരത്തി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും മത്തങ്ങയുടെ കുരുവൊന്നുമില്ല, കിട്ടുമ്പോൾ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് തീമിൽ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണിത്. ഇതും ഭയങ്കര സിമ്പിളാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ടും കൂടി പറ്റിയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇതും നമ്മൾ ആദ്യം ആ ഒരു ചാനൽ തുടങ്ങിയെടുക്കുക അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു കളർ കോംബോ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം ഒരു വൈറ്റും പിങ്കും കൂടി വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്.
പിന്നെ നമ്മുടെ സോഡാ കുപ്പി ഉണ്ടല്ലോ, അതിലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, വെറുതെ ഇരുന്നപ്പോൾ എന്തോ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. മുകളിൽ നിന്ന് എടുത്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയേ ഉള്ളൂ, നമ്മുടെ ചാനലിലായിട്ടൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സിന് ശരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് പെയിൻറ്റിന് മുകളിലായിട്ട് ഒരു റെഡ് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് റെഡ് കളർ എക്രൈലിക് പെയിൻറ്റ് അടിച്ചെടുത്തതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ബോട്ടിലാട്ട് കൂടിയാണിത്. പിന്നെ ഈ ഒരു ബോട്ടിലാട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവർ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് കളറിലെ ചെറിയ ഫ്ലവർ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അതിലായിട്ട് നമ്മൾ പെയിൻറ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ കാണാനായിട്ട് അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട്. പിന്നെ ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ബോ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തിട്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ അതിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിൽ വേറെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ പെൻസിലിൻ്റെ വേസ്റ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ഇത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബോട്ടിലാട്ടായിരുന്നു. അതുപോലെ ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. പിന്നെ ക്ലേ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലായിട്ട് ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പൊടിയൊക്കെ കളയാൻ നോക്കിയെങ്കിലും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ചെറുതായിട്ട് ഇങ്ങനെ മങ്ങിയൊരു കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ചെയ്തപ്പോൾ വാർണിഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെടുത്തിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുമുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ട ഒരു വർക്കാണ്, അതുകൊണ്ട് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ലേസ് പാക്കറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കാണാനായിട്ട് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കപ്പലണ്ടിത്തൊണ്ടും ക്ലേയും വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. ഇതും നമ്മൾ കുറച്ച് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണിത്. ഇതും ഭയങ്കര സിമ്പിളാണ്. ഒരു മെറ്റാലിക് കളറിൽ നമ്മൾ ഒരു ട്രീയുടെ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുള്ളതാണ്. അടക്കത്തൊപ്പിയും പേസ്റ്റിൻ്റെ കവറും വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ആൻറ്റീക്ക് ലുക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബോട്ടിലാട്ട് കൂടിയാണ് ഇത്. നമ്മൾ ചകിരി കൊണ്ട് ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടാണ് കേട്ടോ. ഈ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ആ ഒരു ട്രീയുടെ ഇത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു ബോട്ടിലിലായിട്ട് നമുക്ക് അടുത്തൊരു ഫോറസ്റ്റ് റെഡിയാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇറുക്കിലിയും മിഠായി കവറും വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണിത്. ഇതും ഈ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണിത്. നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, പിന്നെ കാണാനായിട്ടും അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. കിട്ടുന്നതിൻ്റെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ബോട്ടിലാട്ട് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അത് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സോറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യണേ.